ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് അഞ്ജിത സുപ്പൂസ് ഒഫീഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചി ബിനാലെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനുണ്ട്, ശ്യാമുണ്ട്, രമ്യയുണ്ട്. അപ്പം നമ്മൾ മൂന്നുപേരും കൂടി ഒരുമിച്ചാണ് ബിനാലെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബിനാലെ എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ കൂടിയാണ്. അപ്പോൾ ബിനാലെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആർട്ട് എക്സിബിഷൻ, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും നമ്മുടെ കൊച്ചിയിലാണ്, ഫോർട്ട് കൊച്ചിയിലാണ് ബിനാലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കണ്ടംപററി ആർട്ട് എക്സിബിഷൻ ആട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം 26-ലധികം കൺട്രീസിലുള്ള കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു എക്സിബിഷൻ കൂടിയാണ്. അപ്പോൾ പലതരത്തിലുള്ള ആർട്ടുകളുടെയൊക്കെ ഒരു പ്രദർശനം നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു എക്സിബിഷന്റെ 6ാമത്തെ പതിപ്പാണ് ഈ ഒരു 2025 ഡിസംബർ 12 മുതൽ മാർച്ച് 31 വരെയാണ് ഈ ഒരു ബിനാലെ. ഏകദേശം 110 ദിവസമാണ് ഈ ഒരു ബിനാലെ നീണ്ടു നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ 6th എഡിഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബിനാലെ കാണാൻ വരുന്നവർക്കായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ മെട്രോ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചി വരെയുള്ള വാട്ടർ മെട്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൊസിരിസ് ബിനാലെ നടക്കുന്ന പ്ലേസിലേക്ക് വളരെ പെട്ടെന്നും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വാട്ടർ മെട്രോയിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഈ ഒരു വാട്ടർ മെട്രോ നമുക്ക് കിട്ടിയത്. അപ്പം അത്രയധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അങ്ങനെ ബുക്ക് ചെയ്തൊക്കെ ഈ ഒരു വാട്ടർ മെട്രോ സേവനം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിനാലെ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് വെന്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇതിൻ്റെ മെയിൻ വെന്യൂ ആയിട്ടുള്ള ആസ്പിൻ വോളിലേക്കാണ്. ആ ഒരു വെന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചി മെട്രോ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 200 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു ആസ്പിൻ വോളിലേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ വാട്ടർ മെട്രോ യൂസ് ചെയ്ത് വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബിനാലെ നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം 2 വർഷം കൂടുമ്പോഴാണ് ബിനാലെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബിനാലെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. കൊറോണയുടെ ഒക്കെ ടൈമിൽ ഏതോ ഒരു ബിനാലെ അങ്ങനെ മാറ്റി വെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് 6th എഡിഷനാണ്. 2012-ലാണ് ബിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന 6th എഡിഷനാണ്. അപ്പോൾ ഈ ഒരു ബിനാലയ്ക്ക് ശേഷം ഇനി ഏകദേശം 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്താലേ നമുക്കിനി അടുത്ത ബിനാലെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ. ഒരുപാട് ആർട്ട് ഫോംസ് ഒക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ആർട്സിൻ്റെ ഒരു എക്സിബിഷൻ കൂടിയാണ്. അപ്പോൾ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ബിനാലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ബിനാലെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബിനാലെ സ്പോട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ബിനാലേക്ക് എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. സ്റ്റുഡൻസിനൊക്കെ അവരുടെ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓഫേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് റേറ്റ് 200 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെയിൻ വേദിയായിട്ടുള്ള നമ്മുടെ ആസ്പിൻ വോളിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെയാണ് മെജോറിറ്റി ഓഫ് ആർട്സിൻ്റെയൊക്കെ ഒരു പ്രദർശനം ഉള്ളത്. അപ്പോൾ ഈ വർഷം ഇവിടെ മാത്രമല്ല, കുറേ വേദികളുണ്ട്. അപ്പോൾ മട്ടാഞ്ചേരിയിലും ഈ ഒരു ബിനാലയുടെ കുറച്ച് വെന്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ ഈ ഒരു ബിനാലെ സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കലാകാരന്മാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറേ ആർട്സൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ല. എങ്കിൽ പോലും അത്യാവശ്യം പലതരത്തിലുള്ള ആർട്ടുകളുടെയൊക്കെ ഒരു എന്താ പറയുക പ്രദർശനം ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല, നമുക്ക് ഫോണിൽ മാത്രമേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഫോണിലാണ് എടുത്തത്. ക്യാമറ ഇതിനകത്തേക്ക് നമുക്ക് കയറ്റില്ല. അതുകൊണ്ട്
നമുക്ക് എന്താ പറയുക കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ കുറേ വിവിധ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ആർട്സുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് ഇത് കാണുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ബിനാലെ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ഒരു എക്സിബിഷൻ പോലെയല്ല, ഭയങ്കര സ്ലോ ലേണിംഗ് ആണ്. നമുക്ക് അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് വളരെ കാമായിട്ട് പീസ്ഫുള്ളായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ബിനാലെ. അപ്പോൾ ആദ്യം കാണുന്നവർക്ക് ഈ ഒരു എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് റീതിങ്ക് ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷേ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഈ ഒരു നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തീരത്തൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ടും നല്ല രസമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ആസ്പിൻ വോൾ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ എല്ലാ തരത്തിലുള്ള, ഇത് മാത്രമല്ല ഒരുപാട് കലാകാരന്മാരുടെ ലൈവ് പെർഫോമൻസ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിലിം, അതുപോലെ തന്നെ ഡ്രോയിങ്സ്, അങ്ങനത്തെയൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ബിനാലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ വേദികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എല്ലാ വേദികളിലും നമുക്ക് പോയി കാണാവുന്നതാണ്. പക്ഷേ നമുക്ക് അന്ന് ടൈം വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഈ ഒരു ആസ്പിൻ വോളിൽ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മട്ടാഞ്ചേരിയിലും എല്ലാം ഇതിൻ്റെ വെന്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ആർട്സുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് സമയക്കുറവ് കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആർട്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാർച്ച് 31 വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഫുൾ ആ ഒരു എക്സിബിഷനൊക്കെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു ആർട്ടാണിത്. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആർട്ടുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിനാലെ കാണാൻ വരുന്നവരാണെങ്കിൽ ഈ ഒരു ആസ്പിൻ വോൾ മാത്രമല്ല, ഏകദേശം 29 എന്തോ വേദികളുണ്ട്. ഇത് കൂടാതെ നമ്മുടെ വാട്ടർ മെട്രോ ഇറങ്ങുന്ന ആ ഒരു ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു എൻട്രൻസ് ഏരിയയിലും ഈ പ്രാവശ്യം ബിനാലേക്ക് വേദിയായിട്ടുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് ആർട്ട് ഫോംസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ മട്ടാഞ്ചേരി അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി ഏരിയയിലൊക്കെ ഒരുപാട് വെന്യൂസ് ഉണ്ട്. അപ്പോൾ വരുന്നവരെന്തായാലും അവിടെയൊക്കെ കയറി ഈ ഒരു അവസരം മിസ്സാക്കാതെ മാക്സിമം ഈ ഒരു ബിനാലെയുടെ ഒരു ഭാഗമാവാനായിട്ട് എന്തായാലും ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.